ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന അപ്കമിംഗ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ സാന്ത്വനത്തിൽ ഇനി വരാൻ പോകുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഭാഗമാണ്. വേറൊന്നും അല്ല, നമ്മളെ മിത്ര ഇപ്പോ ചേട്ടനോട് ഭയങ്കര സ്നേഹമാണല്ലോ, അത് നമ്മുടെ അലോകിനോട്. അങ്ങനെ മിത്ര അലോകിനെ കാണാൻ പോയ കാര്യം മീനാക്ഷി എടുത്ത് പറയുന്നുണ്ട്. മീനാക്ഷി തെറ്റായി പോയി, അങ്ങോട്ട് പോകണ്ടായിരുന്നു. അലോക് ചെയ്ത ക്രൂരതകളൊക്കെ നീ ആലോചിച്ച് നോക്ക്. നമ്മുടെ അമ്മേനെ കൊല്ലാൻ നോക്കിയതാണ്. അത് മാത്രം ദേവിയെടുത്ത് കുഞ്ഞ് നഷ്ടപ്പെടാൻ ആരാ കാരണം? അലോകാണ്. പിന്നെ അനുമോളുടെ ജീവിതം എല്ലാം തകർത്തത് ഈ അലോകാണ്. അപ്പൊ അതുകൊണ്ട് നീ അവനെ കാണാൻ പോവരുതായിരുന്നു എന്നൊക്കെ മിത്ര അടുത്ത് പറയുന്നുണ്ടെങ്കിൽ മിത്രയുടെ മനസ്സിലെല്ലാം അലോക ചെറുപ്പത്തിൽ കളിപ്പിച്ചതും അലോകായിട്ട് നടന്നതും അലോകായിട്ട് ഭക്ഷണം കഴിച്ചതും അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ മാത്രമേ മനസ്സിലുള്ളൂ. അപ്പൊ ഇവര് സംസാരിക്കണെല്ലാം തന്നെ നമ്മുടെ ആര്യൻ കേട്ടുകൊണ്ടിട്ടാണ് അകത്തേക്ക് വരുന്നത്. പക്ഷെ ആര്യൻ അത് കേട്ട ഭാവമൊന്നും കാണിക്കുന്നില്ല. പുറത്തേക്ക് നമ്മുടെ മിത്രയായിട്ട് നടക്കാൻ പോകുന്ന ആര്യൻ ഇങ്ങനെ അലോക അവിടുന്ന് രക്ഷപ്പെട്ടില്ലോ, അവനവിടെ രക്ഷപ്പെട്ട് കിടക്കായിരിക്കും. ഇപ്പൊ ചിക്കൻ ബിരിയാണിയൊക്കെ അല്ലേ ജയിലിലെ, ഇപ്പൊ അവിടെ മട്ടണും ചിക്കനൊക്കെ അല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് മിത്ര പൊട്ടിത്തെറിക്കുകയാണ്. ആര്യന് എന്തറിഞ്ഞിട്ടാ ഈ പറയണത്? അലോകിന്റെ അവസ്ഥ കണ്ട ആര്യന് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൻ ആകെ ക്ഷീണിച്ചു, പോലീസുകാരെല്ലാം അവൻ ഇടിക്കുകയാണ്. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോ പിന്നീട് മിത്രക്ക് പറയാതിരിക്കാനായിട്ട് ഒരു തരവില്ല. അതുകൊണ്ട് മിത്ര സത്യങ്ങളൊക്കെ പറയണം. ഞാൻ ഇന്ന് അലോകിനെ കാണാൻ വേണ്ടി പോയിരുന്നു. ആര്യ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൂടപ്പിറപ്പാണ് അലോക്. ആ ഒരു മനസ്സിലെവിടെയൊക്കെ ഒരു വിഷമം പോലെ അവൻ ജയിലിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അവൻ ചെയ്ത തെറ്റാണെന്ന് എന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ എവിടെയൊക്കെ ഒരു സ്നേഹം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ അമ്മയോ അച്ഛനോ ഒക്കെ തെറ്റ് ചെയ്താലും നമുക്ക് അവരെ അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഇത് കേട്ട് ആര്യം പറയുന്നുണ്ട്. ആര് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ലെന്ന്? അച്ഛനായാലും അമ്മയായാലും കൂടപ്പിറപ്പായാലും തെറ്റ് തന്നെയാണെങ്കിൽ അത് പറഞ്ഞ് തിരുത്തുകയോ അല്ലാന്നുണ്ടെങ്കിൽ തിരുത്താൻ അവർ തയ്യാറില്ലെങ്കിൽ അവർ ഉപേക്ഷിച്ച് കളയുക തന്നെയാണ് ചെയ്യേണ്ടത്. മിത്ര, നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു പെണ്ണാണ്. നിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അനീതി പോലത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കരുത് എന്നൊക്കെ ആര്യം പറയുമ്പോൾ മിത്ര അതൊന്നും ചെവി കൊള്ളുന്നില്ല. മിത്രയുടെ മനസ്സിൽ ഫുള്ളും അലോകിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിട്ടോ. അലോകിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇറക്കിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ വിചാരിക്കാനും മിത്ര. അതുകൊണ്ട് തന്നെ മിത്രയുടെ സ്വഭാവം മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ആര്യനെ വല്ലാത്ത വിഷമം കേട്ടോ. വീട്ടിലെത്തി ആര്യൻ മീനാക്ഷി എടുത്ത് സംസാരിക്കേണ്ട എടുത്തി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മിത്രയ്ക്ക് ഇപ്പൊ നല്ല മനസ്സലിവുണ്ട് മറ്റേ അലോകിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോ മീനാക്ഷി പറയണ്ട, അത് എനിക്കും തോന്നിയടാ. അവൾക്ക് എന്തൊക്കെയോ അലോക് അങ്ങനെ ജയിലിൽ കിടന്നപ്പോ തൊട്ട് അവൾക്ക് വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു മാറ്റമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അലോക് അവളുടെ ചേട്ടനാണല്ലോ, ആ ഒരു സ്നേഹം അവൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ആര്യം പറയണ്ട. എന്നാലും അതൊക്കെ ഒരു സ്നേഹമാണോ എടുത്തി? അവൻ ഇത്രമാത്രം ക്രൂരതകൾ ചെയ്തിട്ടും അവൾക്ക് എങ്ങനെ അവനെ സ്നേഹിക്കാൻ സാധിക്കുന്നു? എനിക്ക് അത്ഭുതം തോന്നുവാണ് അവളുടെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോ. നീ അവളോട് പിണങ്ങാനൊന്നും പോവണ്ട. എന്തായാലും അലോക് പുറത്തിറങ്ങാൻ പോകുന്നൊന്നുമില്ല. ഇനി അടുത്ത പ്രാവശ്യം കോടതി കൂടുമ്പോഴേക്കും അവൻ 7 വർഷം 8 വർഷം എത്ര വർഷം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഒരുപാട് വർഷം അവൻ ജയിലിൽ കിടക്കും. അതുവരെ അവളുടെ സമാധാനത്തിന് അവൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും കാര്യത്തിലെടുക്കണ്ട എന്ന് ആര്യനെ പറഞ്ഞ് മനസ്സിലാക്കാണ് മീനാക്ഷി കേട്ടോ. അതേ സമയത്ത് രാജശ്രീയും അച്യുതനും കൂടി ചേർന്ന് അനന്തനോട് പറയണ്ടേ, നമുക്ക് മിത്രനെ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ കൊണ്ടുവരണം. അവൾ ഇവിടെ വന്നാൽ മാത്രമാണ് അവർക്ക് അലോകിനെ അനു എങ്ങനെയെങ്കിലൊക്കെ അലോകിനെ അടുത്ത കോടതി കൂടുമ്പോഴേക്കും അലോകിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊന്നും പറയാതിരിക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി മിത്ര ഇവിടെ വരണം. അപ്പൊ അവളുടെ ചേട്ടന്റെ ജീവിതം തകർന്നു പോവാതിരിക്കാൻ വേണ്ടി ചിലപ്പോ അനു എന്ത് വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറാവും. അപ്പൊ അനന്തേട്ട എങ്ങനെയെങ്കിലൊക്കെ മിത്രനെ ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ പറയാണ്. അനന്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് പോകുമ്പോഴേക്കും നമ്മുടെ നന്ദിത പറയേണ്ടതേ, അനന്തേട്ട ഞാനൊരു കാര്യം പറഞ്ഞോളാം. നമ്മുടെ മോളും ആര്യനും ഭയങ്കര സ്നേഹത്തിലാണ് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. അവര് സ്നേഹത്തിൽ കഴിയട്ടെ. അവര് സ്നേഹത്തിൽ കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി, അവർക്ക് കൊച്ചുമക്കളൊക്കെ നമുക്ക് കാണണ്ടേ അനന്തേട്ട. അവൾ ഇവിടെ കൊണ്ടുവന്നാൽ ശരിയാവില്ല. അവളുടെ ഭാഗ്യമാണ് ആര്യനെ പോലത്തെ ഒരു പയ്യനെ കിട്ടിയതെന്ന് വിചാരിച്ചോ. പിന്നെ അവളുടെ ജീവിതം ഇങ്ങനെയൊന്നും ആവേണ്ടതല്ലായിരുന്നു. മറ്റു ഉടായ്പ പയ്യനെ വിവാഹം കഴിച്ചെങ്കിലേ നമ്മുടെ മകളുടെ ജീവിതം ഇപ്പൊ എന്താവുന്നൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് നമ്മൾ ആര്യനോട് നന്ദി പറയാൻ വേണ്ടത്, അല്ലാതെ ആര്യനെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. അവർ രണ്ടുപേരും തെറ്റിക്കല്ല വേണ്ടത്. നീ പറഞ്ഞ ശരിയാ നന്ദിതേ. ഞാനായിട്ട് എന്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടില്ല. അവൾ അവിടെ ദൈവമംഗളത്ത് സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് അനന്തം പറയണം. അപ്പൊ ഇതെല്ലാം തന്നെ ഒളിഞ്ഞിരുന്ന് കേൾക്കാൻ രാജശ്രീ, ഓഹോ നിങ്ങളുടെ മനസ്സിലിപ്പോ ഇതാണല്ലേ, ഒരു കാര്യം ചെയ്യാം, നേരിട്ട് മിത്രനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാന്ന് രാജശ്രീ വിചാരിക്കുകയാണ്. അങ്ങനെ മിത്രനെ കാണാൻ വേണ്ടി തന്നെ രാജശ്രീ തീരുമാനിക്കുകയാണ്. മിത്രനെ ഫോൺ വിളിക്കണ്ട, എനിക്ക് നിന്നെ കാണണം, വേറെ ആരും അറിയരുത്, നീ അമ്പലത്തിലേക്ക് വരണമെന്ന് പറയാണ്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി മിത്ര വേഗം ഓടി അമ്പലത്തിലേക്ക് പോവാൻ രാജശ്രീനെ കാണാനായിട്ട്. രാജശ്രീ പറയണ്ട, മോളെ നിന്നെ എത്രമാത്രം അലോക് സ്നേഹിച്ച് നിനക്ക് അറിയാലോ. നിന്റെ അച്ഛനാണ് അനന്തൻ അല്ലെ, പക്ഷെ നിന്റെ അച്ഛന്റെ വേറൊരു പ്രതിരൂപമായിരുന്നില്ലേ അലോക്. നിന്നെ ആ രീതിയിലല്ലേ അവൻ നോക്കിയത്. നിനക്ക് ഓർമ്മയുണ്ട് മോളെ, ചെറുപ്പത്തിൽ നീ വാശി പിടിച്ച് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അലോകും കഴിക്കില്ലായിരുന്നു. നിനക്ക് പനി വന്നു കഴിഞ്ഞാൽ നിന്റെ കൂടെ ഇരിക്കുമായിരുന്നു അലോക്. അങ്ങനെയുള്ളൊരു ചേട്ടന് നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ കാണുന്നത്? നിനക്ക് എങ്ങനെ സാധിക്കുന്നു? അവൻ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് കണ്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നു? നീ വിചാരിച്ചാൽ മാത്രമേ ഇനി അലോകിന് പുറത്തെടുക്കാൻ പറ്റൂ എന്ന് രാജശ്രീ പറയാണ്.
മിത്ര അതിൽ വീണു പോവാട്ടോ. അപ്പച്ചി ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഏതെങ്കിലും തരത്തില് അലോകിനെ ഇറക്കാൻ പറ്റുമോ നോക്കട്ടെ. രാജശ്രീ പണ്ട് മോളെ അതിന് ഒരേ ഒരു മാർഗ്ഗമുള്ള. എന്താ ഇളയമേ? ഇളയമ പറഞ്ഞ എന്ത് മാർഗം വേണമെങ്കിൽ ഞാൻ സ്വീകരിക്കാം. പക്ഷെ ദേവമംഗലംകാരെ വേദനിപ്പിക്കാത്ത തരത്തിൽ എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. മോളെ ചെറിയ രീതിയിൽ വേദനിക്കും, പക്ഷെ ഇത് നല്ലതിനെ വേണ്ടിയിട്ടാണെന്ന് മാത്രം നീ കരുതിയാൽ മതി എന്ന് പറയണേ. എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട് നമ്മുടെ രാജശ്രീ, നീ ഒരു കാര്യം ചെയ്. അനു ഈ കുടുംബത്തിലേക്ക് കൃഷ്ണമംഗലത്തേക്ക് കയറി വന്നിട്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ എന്നിട്ട് അവളിപ്പോ തിരിച്ചുപോയി ദേവമംഗലത്ത് പോയി കഴിയുന്നു. നീ ദേവമംഗലത്തെ കുട്ടിയാണല്ലോ ഇപ്പോ, പക്ഷെ നീ കൃഷ്ണമംഗലത്തേക്ക് തിരിച്ചു വരണം, അതും ആര്യനെ ഉപേക്ഷിച്ച്. ഇളയമ എന്തൊക്കെ പെടാ? ആര്യനെ ഉപേക്ഷിച്ച് ഞാൻ അവിടേക്ക് വരണോന്നോ? ഇല്ല ഇളയമേ, ആര്യനെ ഉപേക്ഷിച്ച് വരാനൊന്നും എനിക്ക് പറ്റില്ല. അയ്യോ മോളെ, ഉപേക്ഷിക്കണമെന്നല്ല, നീ ജസ്റ്റ് കുറച്ച് ദിവസത്തേക്ക്, അതായത് അടുത്ത കോടതി കൂടുന്നവരെ നീ നമ്മുടെ കൃഷ്ണമംഗലത്ത് വന്ന് നിൽക്കണം. അപ്പൊ നിന്നെ തിരിച്ചു വിളിക്കാനായിട്ട് പരമാവധി ശ്രമിക്കും നമ്മുടെ ദേവമംഗലത്തുള്ളവരെ അല്ലേ? അത് ശ്രമിക്കും. ആ സമയത്ത് നീ അനുവിനോട് പറയണം, നീ അനുവിനോട് നിന്റെ ആവശ്യം പറയണം. അലോകിനെതിരെ നീ ഒന്നും പറയാൻ പാടില്ല. അലോകിനെ വെറുതെ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ ഞാൻ തിരിച്ച് ദേവമംഗലത്തേക്ക് വരാം എന്ന് നീ പറഞ്ഞാൽ മതി. അനു ഒരു പൊട്ടിപ്പെണ്ണ. കുടുംബം ഒന്നായി ഇരിക്കാൻ വേണ്ടി അവൾ എന്ത് വിട്ട വീഴ്ചകൾ വേണമെങ്കിലും ചെയ്യും. വേണമെങ്കിൽ അവൾ ജയിലിൽ പോയി കിടക്കാനും തയ്യാറാകും. അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതവും നിന്റെ ഏട്ടന്റെ ജീവിതവും ഓക്കെ ആവും. നിന്റെ ഏട്ടനെ ഇപ്പൊ ഒരുപാട് ആലോചനകളൊക്കെ വരുന്നുണ്ട് മോളെ. അവനും ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്നൊക്കെ നിനക്ക് ആഗ്രഹമില്ലേ? ഇണ്ടളേമേ, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാം എന്ന് മിത്ര പറയണം. അങ്ങനെ മിത്ര അവസാനം ആ ഒരു കടുങ്കൈ ചെയ്യാണ്. വേറൊന്നുമല്ല, അലോകിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി അലോക് ചെയ്ത ക്രൂരതകളൊക്കെ മറന്നിട്ട് നമ്മുടെ മിത്ര കൃഷ്ണമംഗലത്തേക്ക് പോവാൻ വേണ്ടി പോവാട്ടോ. കാരണം ആര്യനെ ഉപേക്ഷിച്ച് മിത്ര കൃഷ്ണമംഗലത്ത് പോയി കഴിഞ്ഞാൽ എന്തോ അവിടെ മറിമായ നടക്കുമെന്നാണ് നമ്മുടെ മിത്രയുടെ വിചാരം. അങ്ങനെ മിത്ര കൃഷ്ണമംഗലത്ത് പോണ തന്നെ മറ്റേ അനുവിനെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആര്യനെ നന്നായിട്ട് അറിയാം കേട്ടോ. ഇത് അവരുടെ തലയുടെ മന്ത്രത്തിൽ മിത്ര വീണു പോയതാണെന്ന്. അതുകൊണ്ട് തന്നെ മിത്ര ഇനിയിപ്പോ കൃഷ്ണമംഗലത്ത് പോയാലും ആര്യം പോയി വിളിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അതെ, അവരുടെ ഉദ്ദേശം എന്താണ്? അലോകിനെ പുറത്തെടുക്കുക. അതല്ലേ? അത് നടക്കണ്ട. അലോക് ജയിലിൽ തന്നെ കിടന്നോട്ടെ. മിത്രക്ക് എത്ര ദിവസം അവിടെ നിൽക്കാൻ സാധിക്കും? കൂടി വന്ന ഒരാഴ്ച, പോട്ടെ 2 ആഴ്ച, അതിനുള്ള അവൾ ഇങ്ങോട്ട് തന്നെ വരും. എന്തായാലും കോടതിയിലെ വിധി വരട്ടെ. അലോക് എന്നേക്കുമായിട്ട് ജയിൽ പുള്ളിയായിട്ട് അവിടെ കിടക്കട്ടെ. അതിനുശേഷം മിത്ര ഇങ്ങോട്ട് തിരിച്ചു വന്നോളും എന്ന് ആരിനും വിചാരിക്കണം. അപ്പൊ അനുക്കൊരു സമാധാനമുണ്ട്. തന്റെ ചേട്ടന്റെ ജീവിതം കുളമായി പോയോ, താൻ കാരണം തന്റെ ചേട്ടന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ വെച്ചാൽ അനുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ അനുവിനോട് നമ്മുടെ മിത്ര തന്റെ ആഗ്രഹം തുറന്നു പറയാണ്, അലോകിനെ എങ്ങനെയൊക്കെ പുറത്തിറക്കണം. എന്റെ വീടാണ് കൃഷ്ണമംഗലം അല്ലേ? ഞാനിപ്പോ കെട്ടി വന്നത് ദേവമംഗലത്താണെങ്കിലും എന്റെ സ്വന്തം വീടാണ് കൃഷ്ണമംഗലം. അപ്പൊ അവർക്ക് അവിടെ സമാധാനം സന്തോഷം ഉണ്ടാകുമ്പോ എനിക്കൊരു സമാധാനം അല്ലേ അനു? അപ്പൊ ഇതിന്റെ കേസിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അവനിപ്പോ അനുഭവിക്കേണ്ടത് ഒക്കെ തന്നെ ഈ 2 ആഴ്ചക്കുള്ളിൽ ജയിലിൽ കിടന്ന് അനുഭവിച്ചു. ഇനി അവന് നല്ല പേരൊന്നും കിട്ടത്തില്ല. നിനക്ക് എന്തായാലും ഓക്കെ ആയി, നീ തെറ്റുകാരില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഇനി അലോകിനെ വിട്ടയച്ചൂടെ എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ അനു എന്ത് തീരുമാനം എടുക്കും? അതാണ് നമ്മൾ നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ അറിയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.